ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ വിയർത്ത് പണിയെടുത്തവരെയും തെരുവിൽ പോരാടിയവരെയും സർക്കാർ അവഗണിക്കുന്നു. മറ്റു പാർട്ടികളിലെ മിടുക്കരെ തേടുന്ന ഇടപാട് ഇരിക്കുന്ന ഇടത്തെ അപമാനിക്കലാണെന്നും വിമർശനം. ശ്രദ്ധക്കുറവ് തുടർച്ചയായി ഉണ്ടായാൽ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾക്ക് ആയുധമാകുമെന്നും ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സൈഫുന്നിസ അലിയാർ വിവരങ്ങളുമായി ചേരുകയാണ്. സൈഫുന്നിസ, വലിയ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ആളുകൾ വിമർശനം ഉയർത്തുന്നു. എന്താണിപ്പോൾ ജിൻഡോ ഇക്കാര്യത്തിൽ കൂടുതലായി പറയുന്നത്? സർക്കാർ അഭിഭാഷക തസ്തികയിലേക്കുള്ള നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജിൻഡോ ജോണിന്റെ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തികകളിലേക്ക് കോൺഗ്രസ് അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിനെയും ലീഗിന്റെ ലോയേഴ്സ് ഫോറത്തെയും തഴഞ്ഞു എന്ന പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പരസ്യമായ ഒരു വിമർശനം ഇത് സംബന്ധിച്ച് വരുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ജിൻഡോ ജോണിന്റെ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പോസ്റ്റിൽ വിമർശിക്കുന്നത് ഈ ആർപ്പ് വിളിച്ചവർ കല്ലെറിയാതെയും ചേർത്ത് പിടിച്ചവർ ആട്ടി ഓടിക്കാതെയും ഭരിക്കാനാകണം. ചെറിയ മാറ്റം പോലും മനുഷ്യർക്ക് മനസ്സിലാകും. എത്ര പേരുണ്ടായിരുന്നു വിയർത്തു പണിയെടുത്തവർ, തെരുവിൽ പോരാടിയവർ, സർവ്വ അധികാരങ്ങളിൽ നിന്നും 10 വർഷങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവർ, അവരെ പരിഗണിക്കണമായിരുന്നു. തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ തിരുത്താൻ തയ്യാറാകണമെന്നുമാണ് ജിൻഡോ ജോൺ വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മാധ്യമ വക്താവും ഒപ്പം തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ജിൻഡോ ജോൺ. നേരത്തെയും ജിൻഡോ ജോണിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് പരസ്യമായ പ്രസ്താവനകൾ വരികയും ചെയ്തിരുന്നു. അന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് മേനോൻ എന്ന ഒരു അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ മേനോൻ ചേർത്തതിന് വിമർശിച്ചുകൊണ്ടായിരുന്നു അന്ന്. എന്തായാലും ഈ നിയമനങ്ങളിലൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതാണ് വ്യക്തമാക്കുന്നത്.